സ്കൂളിൽ പോണ്ടുന്ന ദിവസം രാവിലെ എണീറ്റ് ദോശ എടുത്ത് കഴിക്കാൻ കൊടുത്താൽ അതും കൊണ്ട് 1 മണിക്കൂർ അവിടെ അങ്ങ് ഇരുന്നോളും കേട്ടോ. അങ്ങനെ അങ്ങ് സമയം പോകും. പക്ഷെ ഇന്നങ്ങനെ പറ്റത്തില്ലായിരുന്നു. കാര്യം എനിക്കിന്ന് ജോലിക്ക് പോണ്ടുന്ന ദിവസമായിരുന്നു. അന്നേരം പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ എണീറ്റ് അവളെ അങ്ങ് കുളിപ്പിച്ചൊരുക്കിയിട്ട് ദോശ കഴിക്കാനായിട്ട് ഇരുത്തി കഴിഞ്ഞാൽ ഞാൻ ആ സമയം കൊണ്ട് കുളിച്ചിട്ട് എനിക്ക് ഡ്രസ്സ് മാറി വരാമല്ലോ. ആകെ കഴിക്കുന്നത് 1ഓ 2ഓ ദോശയാണ്. അന്നേരം പിന്നെ ഒരുക്കി പെട്ടെന്ന് ഞാൻ അവളെ കഴിപ്പിക്കാനായിട്ട് ഇരുത്തിയിട്ട് ബുക്കും ബാഗും ഒന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ അതെല്ലാം ഞാൻ ശരിയാക്കി വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സും എല്ലാം എടുത്ത് വെച്ചിട്ട് കഴിച്ചതിൽ കുറച്ച് മിച്ചവും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നാക്സ് കൊടുത്ത് വിടുന്നത് കൊണ്ട് കുഴപ്പമില്ല. 10 മണിയാകുമ്പോൾ സ്നാക്സ് കഴിക്കുമല്ലോ. അതെല്ലാം ശരിയാക്കി വെച്ച് കൊടുത്തിട്ട് അവളിരുന്ന് കഴിക്കുന്ന സമയം കൊണ്ട് ഞാനങ്ങ് പെട്ടെന്ന് കുളിച്ചൊരുങ്ങി അങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് പിന്നെ നോക്കിയത് ബെൽറ്റ് കെട്ടാൻ ഞാനങ്ങ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബെൽറ്റും സോക്സും ഷൂവും എല്ലാം ഇട്ട് കൊടുത്ത് ഞാനും കൂടെ അങ്ങ് പിള്ളേരുടെ കൂടെ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും മോനെല്ലാം ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ തന്നെത്താനെ ചെയ്തോളും. അങ്ങനെ അവനെ പറഞ്ഞു വിട്ടേച്ച് പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഇറങ്ങി. മോൾക്ക് വണ്ടി വരാൻ 10 മിനിറ്റ് സമയം കൂടെ അധികം ഉണ്ടായിരുന്നു. അപ്പുറത്തെ സബിത ചേച്ചിയുടെ വീട്ടിലാണ് ആക്കിയിട്ട് പോയത്. അവിടുന്ന് അഭിനവും കൂടെ ഉണ്ടായതുകൊണ്ട് അവരങ്ങ് പൊയ്ക്കോളും. പിന്നെ അവളെ ഞാൻ അവിടെ ആക്കിയിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. അപ്പം അത്രേ